ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ. ഞാനൊരു എയർ ട്രാവൽ ഏജൻ്റാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മറിയം എയർ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ് എന്നാണ്. എൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മുള്ളിക്കാട് എന്ന സ്ഥലത്തും നമ്മുടെ മറ്റ് ബ്രാഞ്ചസ് വർക്കല, നടയറയിലും UAE അജ്മാനിലും പ്രവർത്തിച്ചു വരുന്നു. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, UAE യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യവും മറ്റൊന്ന് സൗദിയിലെ ഉംറ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഉംറ വിസയിൽ പോയിരിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാനായിട്ടിരിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും അറിഞ്ഞതും കണ്ടതുമായ കാര്യമാണ് UAEയിലുണ്ടായ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ. അപ്പോൾ അത്തരം ഒരു സാഹചര്യം കുറേശ്ശെ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു സ്ഥിതിഗതിയിൽ, ആ ഒരു സാഹചര്യത്തിൽ പല ഫ്ലൈറ്റ്സും ഓപ്പറേഷൻ അത് ക്യാൻസൽ ആക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. യാത്രക്കാർക്ക് പലരും അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടേണ്ടി വന്നു. യാത്രകൾ തടസ്സപ്പെട്ടു. അപ്പോൾ ഇപ്പോഴും ഒരുപാട് എൻക്വയറീസും അതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സും ഒക്കെ വരുന്നുണ്ട്. അതായത് നിലവിലും ഇപ്പോൾ കേരളത്തിലെ പല എയർപോർട്ടിൽ നിന്നും, ട്രിവാൻഡ്രം, കൊച്ചിൻ, കാലിക്കറ്റ്, അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ നിന്നും UAE, ദുബായ് അല്ലെങ്കിൽ ഷാർജയിലേക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സിന് എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഏജൻസി, ആ ട്രാവൽ ഏജന്റുമായിട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണോ, ഡിലേ ഉണ്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. ക്യാൻസൽ ചെയ്യത്തില്ലെന്നും ഡിലേ ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് ഫ്ലൈറ്റ് അധികം ക്യാൻസലേഷൻ വരുന്നില്ല. ഇപ്പോൾ ഡിപ്പാർച്ചർ ബോർഡിംഗ് ടൈമിൻ്റെത് കുറച്ച് 1 hour അല്ലെങ്കിൽ 1.5 hour, ഒരു 2 hourനുള്ളിലുള്ള ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് അതായത് ഏജന്റുമായിട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഇൻഷാല്ല വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ക്ലിയറായി നോർമലായ രീതിയിൽ തന്നെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്, സൗദിയിൽ ഉംറ വിസയിൽ സൗദിയിൽ നിൽക്കുന്നവരും ഉംറ വിസ എടുത്തിട്ട് ഇനി പോകാനായിട്ട് നിൽക്കുന്നവർക്കുള്ള സംശയമാണ്. ഇപ്പൊ നിലവിൽ ഉംറ വിസ, പുതിയ ഉംറ വിസ കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റോപ്പാണ്. ഇനി ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയ ഉംറ വിസ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് സബ്മിഷൻ അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടുക. ഓക്കെ, പക്ഷെ മുന്നേ കൂട്ടി എടുത്തവർ പോകാനായിട്ട് നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് പല ആൾക്കാർക്കും സംശയമായിട്ട് എൻ്റെ അടുത്ത് കുറേ എൻക്വയറീസ് വന്നിരുന്നു. മെയ് 23 മുമ്പായിട്ട് സൗദിയിൽ ഉംറ വിസയിൽ കഴിയുന്നവർ അവിടെ നിന്നും എക്സിറ്റ് ആകണോ എന്നുള്ളൊരു കാര്യം, അത് സത്യമാണോ, എന്താണ് അതിൽ വാസ്തവം എന്നൊക്കെ ചോദിച്ചത്. മെയ് 23 ഒരു ഡേറ്റ് പറയുന്നത് ശരിയാണ്. പക്ഷെ ആ 23 അകത്ത് മുമ്പായിട്ട് തന്നെ സൗദിയിലേക്ക് ഉംറ വിസയിൽ പ്രവേശിക്കേണ്ടവർ പ്രവേശിക്കുക എന്നുള്ളതാണ്. അവിടെ നിൽക്കുന്നവർ എക്സിറ്റ് ആവുക എന്നുള്ളതല്ല. മെയ് 23 അകത്ത് അവിടെ എത്തുക, ജൂൺ 5 മുമ്പായിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ആവുക. ഇതാണ് നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള സർക്കുലറും അപ്ഡേറ്റും. അല്ലാതെ 23 അവിടെ എക്സിറ്റ് ആകണം എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇനി പോകാനായിട്ട് നിൽക്കുന്നവരൊട്ടും വൈകണ്ട. മെയ് 23 മുമ്പായിട്ട് അവിടെ ചെല്ലുക. ഉംറയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉംറ കഴിഞ്ഞ് പിന്നെ ജൂൺ 5 മുമ്പായിട്ട് തന്നെ നിങ്ങൾ തിരിച്ചു വരിക. ഇപ്പോൾ പല ഉംറ ഗ്രൂപ്പൊക്കെ പോകുമ്പോഴത്തേക്കും 13 ദിവസം 14 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പീരീഡ് വെച്ചിട്ടാണ് പറയുന്നത് 23 മുന്നേ പോയിട്ട് ജൂൺ 5 മുന്നേ എക്സിറ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വന്നല്ലോ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഉപകാരമാകുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.